സമയം. താനിതെന്ത് ഭാവിച്ച മിസ്സസ് ആർലോ? നീ എന്തായിരുന്നു ടീക്കോനോട് പറഞ്ഞ്? എന്റെ പേര് കേൾക്കുന്നത് തന്നെ നിനക്ക് ഇഷ്ടമല്ലെന്ന് അല്ലേ? ഇനി ഒരു ദിവസം തുടങ്ങുന്നത് തൊട്ട് അവസാനിക്കുന്നത് വരെ എന്റെ ഈ മുഖം കണ്ടുകൊണ്ടായിരിക്കും. എന്റെ റിച്ച്മോൻ ഹാപ്പി അല്ലേ? എന്താ ഇങ്ങനെ നോക്കുന്ന? എന്റെ സ്വന്തം എന്നുള്ളതെല്ലാം ഞാൻ കണ്ട് ആസ്വദിക്കാറുണ്ട്. കല്യാണം കഴിച്ചെന്ന് കരുതി ഞാൻ മൊത്തത്തിൽ തന്റെ സ്വന്തമാണെന്ന് കരുതരുത്. ഞാനിനി കല്യാണം കഴിച്ചില്ലേലും നീ എനിക്കുള്ളത് മാത്രമാണ്. അതിന് അവകാശം പറഞ്ഞ് ആരും വരികയില്ല, വരാനും ഞാൻ സമ്മതിക്കില്ല. സീരിയസ്ലി, ഐ എം ഡാം സീരിയസ് ഡാർലിംഗ്. സ്റ്റോപ്പ് യുവർ ഫക്കിംഗ് ഡ്രാമ ഏജേ. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഓ റിയലി? അപ്പൊ കുറച്ചുകൂടെ ഡ്രാമ ആവാം എന്നർത്ഥം. ഹേയ്, ഇന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പൊ കുറച്ച് ചിരിച്ചോണ്ടൊക്കെ ഇറങ്ങി വാ. ഇല്ലെങ്കിൽ എല്ലാരും കരുതും ഞാൻ നിന്നെ നിർബന്ധിച്ച് കല്യാണം കഴിച്ചതാണ്. അത് സത്യമല്ലേ? അതെ, പക്ഷേ അത് ചിന്തിക്കുന്നവർ നിന്നോട് സിമ്പതി തോന്നും. ബിക്കോസ് ദേ പോർട്രേ യുവർസെൽഫ് ആസ് എ വീക്ക്. ഐ എം നോട്ട് എ വീക്ക് പേഴ്സൺ. അത് മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. നീ എന്റെ മുന്നിൽ മാത്രമാണ് വീക്കെന്ന്. അതിന് താൻ ആരുവാ? വൺ ആൻഡ് ഓൺലി ഏജെ ആർലോ ജാസ്പർ. തേങ്ങാ കൊല. തന്റെ ഈ ഡെലൂഷണൽ സ്റ്റോറിയാണ് തന്നെ ഇങ്ങനെ ഭ്രാന്തനാക്കുന്നത്. വാട്ട്? ഐ എം മാഡ്? യെസ്, ഓഫ് കോഴ്സ് യു ആർ. ഞാൻ തന്റെ മുന്നിൽ വീക്കാണെന്ന് ആരാടോ തന്നോട് പറഞ്ഞേ? ഓക്കെ, ഇഫ് യു ആർ നോട്ട്, ദെൻ പ്രൂവ് ഇറ്റ് ബേബ്. ഐ വിൽ ഷോ യു. അതിനൊക്കെ ഇനി ടൈം ഉണ്ടല്ലോ. നൈറ്റ് ആകാൻ പോകുന്നില്ലേ ഉള്ളൂ. ഇയാള് ചുമ്മാ ഇച്ചാനൊരു തമാശ പറഞ്ഞതല്ലയോ. വരാൻ നോക്ക്, എല്ലാരും എത്തി. ആരുടെ മുന്നിലും തലകുനിക്കാത്ത ഇച്ചായനെ ഞാൻ കാണിച്ചു തരാം. ഐ വിൽ ഷോ യു ഹു ഐ ആം. കൺഗ്രാറ്റുലേഷൻസ് അജയ്. താങ്ക് യു. ഹായ് റിച്ചാർഡ്, ഞാൻ ഡാനിയൽ ബോസ്. ഞങ്ങളൊക്കെ ബിസിനസ് കൊളീഗ്സ് ആണ്. റിച്ചാർഡിന് ബിസിനസിന് താല്പര്യമുണ്ടോ? സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞിട്ട്? ഹേയ്, എനിക്ക് അതിനോടൊന്നും വലിയ ഇഷ്ടമല്ല. ഓ റിയലി? ആക്ച്വലി ഏജയുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാരും ഷോക്കായിരുന്നു. പിന്നെ ഞാൻ കരുതി ബിസിനസിന്റെ ആവശ്യത്തിന് വല്ലതും കെട്ടിയതാണ്. പക്ഷെ തന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ ബിസിനസ്സുമായി യാതൊരു ബന്ധമില്ലെന്ന് മനസ്സിലായി. ആൻഡ് ഓൾസോ യുവർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഈസ് മച്ച് ലെസ് ദാൻ അവേഴ്സ്. അതുകൊണ്ട് വേറെ ഒരു ബിസിനസിന് വേണ്ടിയും പൈസ നോക്കിയും കല്യാണം കഴിക്കാൻ മാത്രം പൊട്ടനല്ല ഞാൻ. ബട്ട് റിവെഞ്ചിന് വേണ്ടി ജീവിതം തുലയ്ക്കും. അതുകൊണ്ട് ബുദ്ധിമാന്. സോ അൺനെസസറി ക്വസ്റ്റ്യൻസ് വേണ്ട. അത് വേറെ ടൈം വേസ്റ്റ് ആണ്. അല്ല ഏജ്, ഞാൻ അങ്ങനൊന്നും അല്ല ഉദ്ദേശിച്ചേ. അതിന് മിസ്റ്റർ ഡാനിയൽ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളിൽ കുറച്ച് ബിസിനസ് പാർട്ട്നേഴ്സിന് എന്റെ ഹസ്ബൻഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാ ഞാൻ ഈ പാർട്ടി വെച്ചേ. അല്ലാതെ എന്റെ ഹസ്ബൻഡിന് മാർക്കിടാനല്ല. ഏജ്, ഇത് പാർട്ടി ടൈം അല്ലേ, സോ എൻജോയ്. ഹായ് മച്ചാ, നിങ്ങളെ അയാൾ ഇൻവൈറ്റ് ചെയ്തോ? പിന്നല്ലാണ്ട് നിനക്കൊരു കമ്പനിക്ക് വന്നയാ. എന്റെ അളിയാ, എന്നാ സെറ്റപ്പാടാ ഇത്. നീ ശരിക്കും ലക്കിയ. ഇതാണ് എന്റെ ലക്ക്. ഡാ, നിനക്ക് അയാളുടെ കാശിന് അടിച്ചു പൊളിച്ച് ജീവിച്ചൂടെടാ. ലിയാം, അതിന് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലല്ലോ. അതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടണം. അതെ, അത്രക്ക് ഇഷ്ടമാണെ മോനെ ടീക്കോ, നിനക്കൊരു ബമ്പർ ഓഫർ ഉണ്ട്. എന്ത്? ദാ ആ നിൽക്കുന്ന മുതലിനെ കണ്ടോ? നീയും അയാളും നല്ല മാച്ചാ. വേണമെന്ന് മുട്ടിക്കോ. ഒന്ന് പോയടാ. അങ്ങാരെ മുട്ടുന്നതിനും ഭേദം ഞാൻ വല്ല പാണ്ടിലോറിക്കും തലവെക്കുന്നതാ നല്ലേ. എനിക്ക് ആ കോഴിക്കുഞ്ഞിന്റെ തലയുള്ള അങ്ങനെ കാണുമ്പോഴേ ചൊറിഞ്ഞു വരും. ദേച്ചൊക്കെ പിന്നെയും. ഡാ, നിന്നോടല്ലേടാ ഞാൻ മുന്നമേ പറഞ്ഞേ, കുറ്റം പറയുമ്പോ ആരേലും പുറകിലുണ്ടോന്ന് നോക്കിട്ട് വേണോന്ന്. അതിന് താനെന്തിനാ എപ്പോഴും ഞങ്ങളുടെ മൂട്ടി വന്ന് നിൽക്കാൻ? ഹേയ്, ഇവിടെ വെച്ചൊരടി വേണ്ട. അത് നല്ല തീരുമാനമാണ്. ഇവിടെ വെച്ച് എന്ത് പണി കാണിച്ചാലും അത് ചെന്ന് വീഴുന്നത് റിച്ചാർഡിന്റെ തലയിലായിരിക്കും. അതുകൊണ്ട് കൂട്ടുകാർ സംയമനം പാലിക്കുന്നത് നല്ലതാ. അത് ശരിയാ. എന്നാ ബാ, നമുക്കൊരു ജ്യൂസ് എങ്കിലും കുടിക്കാം.
ദേ കൊച്ചർക്ക, നീ എന്താ പറഞ്ഞേ? താൻ എന്തേ കാണിക്കുന്നേ? മാറടോ. ഒന്ന് അടങ്ങ. നിനക്ക് എന്താടാ എന്നെ കാണുമ്പോ ഇത്ര ചൊറിച്ചില്? നിന്റെ വലുത് ഞാൻ കാട്ടോ? മാറടോ. റിച്ചാർഡിനില്ലാത്ത പ്രശ്നമാണല്ലോ നിനക്ക്. ദേ, റിച്ചാർഡിന്റെ ഒരു ഡയലോഗിനാണ് അവന് പേജയുടെ കൈയിരിക്കുന്നത്. അതുപോലെ നിന്റെ ഡയലോഗ് അടിക്കാൻ ഞാൻ തീരുമാനം ഉണ്ടാക്കണ്ടേ? മര്യാദക്ക് നടന്നു ഇല്ലേ? മനസ്സിലായോടാ? ജേ, അനാവശ്യം പറഞ്ഞോണ്ടല്ലോ ഞാൻ തനിക്കെതിരെ കംപ്ലൈന്റ് ചെയ്യും, ഓർത്തോ? ഓറിയാല് എന്നാ ഇതുകൂടെ കംപ്ലൈന്റ് ചെയ്തോ? താൻ എന്താണ് ഇപ്പൊ ചെയ്തേ? മനസ്സിലായില്ലേ? എന്നാ ഒന്നുകൂടെ കാണിക്കാം. ദേ, ഒരുമാതിരി പോക്കൃതരം കാണിക്കരുത്. ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ ആളുടെ ദേഹത്ത് തൊടുന്നത് തന്നെ തെറ്റാ. അപ്പോഴാ തന്നെയൊക്കെ ഉണ്ടല്ലോ വാശം പവർ ഉള്ളതിന്റെ അഹങ്കാരം. ഹേയ്, നിക്ക്. ഞാൻ എല്ലാരോടൊന്നും ഇങ്ങനെയല്ല. ദേഷ്യം പിടിച്ചാ ഞാൻ മുന്നും പിന്നും നോക്കാതെ അങ്ങ് തീർത്ത് കളയാറാ പതിവ്. പക്ഷെ നിന്നെ കണ്ടപ്പോ എന്തോ എന്തോ ചൊറിയാൻ തോന്നുന്നു. അതുകൊണ്ട് നല്ല കുട്ടിയായി നടന്നു. ചേട്ടനെ കാണുമ്പോ കുറച്ച് ബഹുമാനമൊക്കെ ആവാം. ഇന്നത്തെ ഉപദേശം കഴിഞ്ഞു. ഇനി പൊക്കോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഉപദേശിച്ചോളാം. അയ്യോടാ, താൻ ഉപദേശിച്ചതിന്റെ ടിപ്പ് വേണ്ടേ? ടിപ്പൊക്കെ ഉണ്ടോ? തന്നോളൂ. എന്റെ മുട്ട പരമ്പര ദൈവങ്ങളെ എല്ലാം പോയി തോന്നണേ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. ഉറങ്ങുവാണോ? അല്ല, കുളം കുത്തുവോ? അതെ, എനിക്ക് മാരാരോഗമൊന്നുമില്ല ഇത്ര ഡിസ്റ്റൻസ് ഇടാനായിട്ട്. തനിക്ക് പറ്റില്ലല്ലോ എന്ന് എനിക്കൊരു സെപ്പറേറ്റ് റൂം താ. എന്തായാലും താൻ എന്നെ ഇഷ്ടം കൊണ്ട് കെട്ടിയൊന്നുമല്ലല്ലോ. ഉറങ്ങുമ്പോ എന്തായാലും മര്യാദ പഠിപ്പിക്കാനോ റിവെഞ്ച് എടുക്കാനോ പറ്റില്ല. സോ എനിക്കൊരു സെപ്പറേറ്റ് റൂം താ. റിവെഞ്ച് എടുക്കാനും മര്യാദ പഠിപ്പിക്കാനും പറ്റിയ സ്പോട്ട് കട്ടില്ല. എന്താ? അത് വേണ്ട. ഞാൻ പറഞ്ഞില്ലേ റിച്ചാർഡ്, നീ എഴുന്നേൽക്കുന്നത് തൊട്ട് ഉറങ്ങുന്നതിന് മുൻപ് വരെ എന്റെ ഈ മുഖം കണ്ടുകൊണ്ടായിരിക്കണം. സോ എന്റെ പൊന്നുമോൻ ഇവിടെ വന്ന് കിടക്കാൻ നോക്ക്. ബെഡിന്റെ ഓരത്ത് കിടന്ന ചിലപ്പോ ഞാൻ ചവിട്ടി താഴെ ഇടും. ഇങ്ങനൊരു നടക്ക് പോലാ. എന്തേ ഇങ്ങനെ നോക്കണ്ട? മനുഷ്യനല്ലേ, ഉറങ്ങുമ്പോ ബോധം ഉണ്ടാകണമെന്നില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. അതിപ്പോ ഉണർന്നാലും ഇല്ലല്ലോ. എന്തേലും പറഞ്ഞോ? ഇല്ല. കൈ എടുക്ക. പാതിരാത്രി ഞാൻ വയലൻസ് യൂസ് ചെയ്യാറില്ല, പ്രത്യേകിച്ച് ഉറങ്ങാൻ നേരം. ഇനി നീ ഇങ്ങനെ വാശി പിടിച്ച തേങ്ങാ കൊല മാങ്ങാത്തൊലി. എന്താ നല്ല കാഴ്ച. ദിവസവും ഇത് തന്നെയാണല്ലോ എന്നോർക്കുമ്പോ എന്തോ മനസ്സിന് വല്ലാത്തൊരു കുളിർമ. കാണാനൊക്കെ കൊള്ളാം, പക്ഷെ വാ തുറന്നാ തീർന്നു. എന്ത് കിടക്കാനേരം ആരൊക്കെയോ കൈവച്ചതിന് വിമിഷ്ടം പ്രകടിപ്പിച്ചായിരുന്നു. ഇപ്പൊ എന്റെ ചൂടും പറ്റി എന്റെ നെഞ്ചത്താ കിടന്ന്. അത് താൻ പറഞ്ഞ പോലെ ഉറക്കത്തിൽ ബോധം ഉണ്ടാകണമെന്നില്ലല്ലോ. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. എന്ത്? ഹേയ്, ഒന്നുമില്ല. കബോർഡിലുള്ള എന്റെ ഡ്രസ്സ് എവിടെ? എനിക്ക് ഇന്ന് കോളേജിൽ പോകണ്ടേ? കബോർഡിൽ ഡ്രസ് ഉണ്ടല്ലോ. ഞാൻ ഉപയോഗിക്കുന്ന എന്റെ ഡ്രസ്സ് എവിടെയെന്നാ ചോദിച്ചേ. ഇനി മുതൽ ഞാൻ പറയുന്ന ഡ്രസ്സ് ഇട്ടാ മതി. പറ്റൂല. ഞാൻ ഇടുമോ എന്നല്ല ചോദിച്ചേ, ഇടണം. ഇറ്റ്സ് ആൻ ഓർഡർ. ഇനിയിപ്പോ ഞാൻ പറയുന്നത് ഇടാൻ പറ്റില്ലേ, നീ പിന്നെ ഒന്നും ഇടാതിരിക്കേണ്ടി വരും. എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. തന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണല്ലേ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? അയ്യേ, എന്തുവാ ഇത്?
നേരത്തെ എന്നെ കണ്ട കുറച്ച് പേടിയെങ്കിലും തോന്നുമായിരുന്നു. ഇതിപ്പോ ഒരുമാതിരി അയാളെ ഞാൻ. ബോസ്, ഇന്നത്തെ ഷെഡ്യൂൾ. അങ്ങോട്ട് നോക്കിയേ. എങ്ങനെ നടന്ന ചെക്കന്, അവന്റെ അവസ്ഥ കണ്ടിട്ട് കഷ്ടം തോന്നുന്നു. പാവം. അടിപൊളി. അല്ലേലും എന്റെ സെലക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വന്ന് വണ്ടി കയറി പോകാം. താനാണോ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത്? അതിന്റെ ആവശ്യമില്ല, എനിക്ക് പോകാൻ അറിയാം. ഡാർലിംഗ്, വാശി പിടിക്കാതെ വന്ന് വണ്ടി കയറി. ഇല്ല, ഞാൻ തൂക്കിയെടുത്തോണ്ട് പോകേണ്ടി വരും. റിച്ചാർഡ്, ഞാൻ നിനക്ക് ഛേദമില്ലാത്തൊരു ഉപദേശം തരാം. അവൻ പറഞ്ഞ പോലെ ചെയ്യും. പിന്നെ നോക്കില്ല. സോ അവൻ പറയുന്നത് എന്താണേലും അതുപോലെ അനുസരിക്കുന്നതായിരിക്കും നല്ലത്. ഇതെവിടെ വരെ പോകുമെന്ന് എനിക്കൊന്ന് കാണണം. രണ്ടും കണക്കാ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നീ ഈ കോളേജ് ചൂസ് ചെയ്തത് നന്നായി. നിന്നെ എനിക്കെപ്പോഴും ഒബ്സർവ് ചെയ്യാൻ പറ്റും. വാട്ട്? റിച്ചാർഡ്, ഇത് നമ്മുടെ കോളേജാണ്. റിയലി? ഈ ബെൽജിയത്തിൽ തന്റേതല്ലാത്ത ഒന്ന് കാണിച്ചു തരാമോ? എന്ത് ചെയ്യാനാ, ഇന്നലെ വരെ അല്ലാതിരുന്ന നീയും എന്റെ ആയി കഴിഞ്ഞില്ലേ ബേബി. സോ ദാറ്റ്സ് ഇമ്പോസിബിൾ. ഒരു റിക്വസ്റ്റ് ഉണ്ട്, നമ്മൾ മാരീഡ് ആണെന്ന് റിവീൽ ആക്കരുതെന്നല്ലേ? ഹേ റിച്ചാർഡ്, അതോർത്ത് പേടിക്കണ്ട. നിന്റെ സേഫ്റ്റി കാരണം ഇവന്റെ ഹസ്സാണെന്ന് പബ്ലിക്കലി ആർക്കും അറിയില്ല. എന്നാ തനിക്ക് കൊള്ളാം. ബായ്. ഒന്ന് എടുത്തോണ്ട് പോടും. ബോസിനെ ഇന്നേ വരെ ഇങ്ങനെ ആരും അധിക്ഷേപിച്ചിട്ടില്ല. അവനായെടുത്ത് തല വെച്ചതല്ലേ, അനുഭവിക്കട്ടെ. ജൂയി, ഇറ്റ്സ് നോട്ട് ആൻ ഇൻസൾട്ട്. ഇതാണ് അവന്റെ ലവ് ലാംഗ്വേജ്. ഇനി അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിക്കും. എന്തായാലും പറഞ്ഞോ? ഒന്നുമില്ലടാ, നിനക്ക് നല്ലത് മാത്രം വരുത്തണേന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞതാ. മച്ചാ, ഇന്ന് എന്താണ് ലക്ഷറി സർവൈവലാണല്ലോ. എന്ത് ചെയ്യാനാടാ, ഹസ്ബൻഡ് ഒരു കോടീശ്വരനല്ലേ, പോരാത്തതിനൊരു മാഫിയും, പിന്നെ എന്തോ വേണം. മതിയടാ എന്നെ ഊരിയത്. അല്ല മച്ചാന്, എന്താ നിന്റെ കോലഹല്ല മയ്യുദ്ദീൻ. പോക്കിരിയായ നിന്നെ അങ്ങനെ പൂക്കിയാക്കിയല്ലോടാ. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താ? എന്റെ ഇച്ചാൻ ഇങ്ങോട്ട് ജോയിനാക്കി. അത് പൊളിച്ച്. എന്തു പറ്റി? എന്താവൻ? ആ ഡയറക്ടർ കാരണം തന്നെയാ. അല്ലേലും അങ്ങേരൊരു തന്തയില്ലാത്തതാണ്. ഇവിടുത്തെ സീനിയേഴ്സ് ഒക്കെ ഇനി എങ്ങനെയാണോ എന്തോ. ഇനി റാഗിയും കാണുമോ? എനിക്കതാ ഒരു പേടി. റാഗ് ചെയ്യുമ്പോ പറഞ്ഞാ മതി നീ ഏച്ചയുടെ ചെക്കനാണെന്ന്. അതിനും ഭേദം അവരെന്നെ റാഗ് ചെയ്യുന്നതാ. അത്രയ്ക്ക് മോശമാണോടാ? പുള്ളി കാണാൻ എന്തോ അടിപൊളിയാ. ഞാൻ നോക്കിയിട്ടില്ല. മാൻ, സീരിയസ്ലി? ഒന്നുമില്ലെങ്കിലും നിന്റെ കെട്ടിയനല്ലേ? കെട്ടിയിട്ടൊരു ദിവസം ആകുന്നേ ഉള്ളെങ്കിലും ഹീസ് യുവർ ഹസ്ബൻഡ് ഡ്യൂഡ്. എല്ലാം അറിഞ്ഞിട്ടും ഇമാതിരി വർത്താനം പറയാൻ നിക്കല്ലേ. പിന്നെ ലുക്ക്, അത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, സ്വഭാവം കൂടെ നല്ലതാവണ്ടേ. അതൊരു ശരിയാ. എന്ത് ശരിയാണെന്ന്? പുള്ളിയുടെ സ്വഭാവത്തിന് എന്താ കുഴപ്പം? നൈസ് അല്ലേ? പുള്ളിയെ കണ്ടാൽ തന്നെ പലർക്കും പേടിയാ. പുള്ളിയുടെ പേര് തന്നെ ധാരാളം. കറക്റ്റ് ആൽഫ മെറ്റീരിയൽ. ഇത്ര ഔരയുള്ള പുള്ളിയെ കൊള്ളില്ലെന്ന് നീ മാത്രമേ പറയൂ. സത്യം പറ, ഇങ്ങനെയൊക്കെ പറയാൻ അയാള് നിനക്ക് എത്ര കാശ് തന്നു? ഓടാ. അല്ല പിന്നെ ഒന്ന് നിർത്തിക്കേ രണ്ടും. വീട്ടിലോ സമാധാനം പോയി. ഇവിടെ വരുമ്പോഴല്ലോ അങ്ങാരെ പറ്റിയുള്ള ചർച്ച നിർത്തിക്കൂടെ? തലയ്ക്ക് വട്ടാകുന്നു. എന്തു മൂഞ്ചിയ ക്ലാസ് ആയിരുന്നേ സത്യം. എടാ അങ്ങോട്ട് നോക്ക്. ഇയാളെന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഫ്രെയിമിൽ കയറി വരുന്നേ? ഇയാളെന്താടാ കുപ്പിയിൽ നിന്ന് ഭൂതം വല്ലാണോ? നീ സ്മരിക്കുമ്പോ അയാള് പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലോ. റിച്ചി, നീ ഒന്ന് സൂക്ഷിച്ചു. പേടിപ്പിക്കാതെ തെണ്ടി. അയ്യോ, റിച്ചാർഡിന് പേടിയോ? അങ്ങനെയല്ലോ ഒരെണ്ണത്തിനെയല്ലേ നീ ഒന്ന് പേടിക്ക്. ഇയാളുടെ കോളേജ് പഠിത്തം കഴിഞ്ഞില്ലേ? ഇനി PG ചെയ്യാൻ വല്ലതും ആണോ? ഏത്, ഈ മുതുക്കനാ? വയസ്സുണ്ടേലും എന്നാ ലുക്കാടാ. അതെ, ഹാൻസം ഡാഡി. ഡാഡി അല്ല അങ്കിള്. ഒന്ന് പോയടാ. എടാ മണ്ട, ഇത് ഏജയുടെ കോളേജാണെന്നല്ലേ നീ പറഞ്ഞേ? അപ്പൊ അയാൾക്ക് ഇവിടെ വന്നൂടെ? കോളേജ് അങ്ങയുടെ ആണെന്നും വെച്ച് എപ്പോഴും ഇങ്ങനെ വരേണ്ട ആവശ്യമുണ്ടോ? നിന്റെ കെട്ടിയനല്ലേ, പോയി ചോദിക്ക്. ഒന്ന് പോടാ.
ഉയ്യോ, കാണാൻ ലുക്ക് അടി. അതെ, ഇയാളൊക്കെ ഷുഗർ ഡാഡിയെ കിട്ടണം. ഇവന്മാർക്കൊന്നും വേറെ പണിയില്ലേ? എന്താ മോനെ, ജലസാണോ? ഒന്ന് പോയാടാ, അതും എനിക്ക്. എടി നിർത്തടി, പുള്ളി മാരേജ് ചെയ്തതാന്ന് അറിഞ്ഞേ. വാട്ട്? അതേടി, ഒരു കോളേജിൽ പഠിക്കുന്ന ആരെയാണെന്നല്ലേ? അത് ഈ കോളേജിലാന്നൊക്കെ ഒരു റൂമർ ഉണ്ട്. അപ്പൊ പുള്ളി തന്റെ വൈഫിനെ കാണാൻ വന്നയാണോ? എടാ പറയട്ടെ, ആ വൈഫ് നീയാണെന്ന്. കൊല്ലും ഞാൻ അടങ്ങിയിരുന്നോ? ഷോ, ഏതാണോ ആ ഭാഗ്യവതി? ഭാഗ്യവതി അല്ല, ഭാഗ്യവാനാണേ. പക്ഷെ പ്രതീക്ഷ കൈവിടണ്ട. ഒരു ട്രയല് കഴിഞ്ഞവരാണ് കുറച്ചുകൂടെ വൈബായിരിക്കും. എക്സ്പീരിയൻസ് മേക്സ് പെർഫെക്റ്റ് എന്നാണല്ലോ. ഇവളെയൊക്കെ ഉണ്ടല്ലോ. അരുത് റിച്ചി, അരുത്. നീ എന്തിനാ വെറുതെ കൈ ചീത്തയാക്കാണ്? കൺട്രി കൾച്ചർലെസ് ഡാഡ്ലെസ് മക്കൾ. ബ്രോ സ്പിറ്റിംഗ് ദ ട്രൂത്ത്. കൊണ്ടില്ല, ഒരു മൈൻഡ് പോലും ഇല്ല. എന്താ മോനെ, കെട്ടിയോ മൈൻഡ് ചെയ്യാത്തതിന്റെ വിഷമമാന്ന് തോന്നുന്നു. എനിക്ക് വിഷമമൊന്നുമില്ല, ആരും നോക്കിയില്ല, എനിക്കെന്താ. ആ മുഖഭാവം മാറ്റിയിട്ട് പറ. ഒന്ന് പോടാ. എടാ, നീ തന്നെയല്ലേ പറഞ്ഞേ റിവീൽ ആക്കരുത് നിങ്ങൾ തമ്മിലുള്ള ബന്ധമെന്ന്. അതുകൊണ്ടായിരിക്കും. അതൊന്നും അല്ല, ഇത് പക്കാ ജാടയാ, ജാടത്തേണ്ടി. അത് ഇരിച്ചത്. ഞാൻ പോവാ. എങ്ങോട്ട്? എനിക്കൊരു ബുക്ക് എടുക്കാണ്ട്. ഹായ്, റിച്ചാർഡ് അല്ലേ? അതെ, ഞാൻ ഏതൻ ബോസ്, സീനിയറാണ്. ഓ അല്ല, എന്നെ എങ്ങനെ അറിയാം? താനല്ലേ ഏജയുടെ ഹസ്ബൻഡ്? ഏയ്, താനിങ്ങനെ ഞെട്ടി നോക്കണ്ട. പാർട്ടി വെച്ച് ഒരു ഡാനിയൽ ബോസിനെ പരിചയപ്പെട്ടില്ലേ, ബിസിനസ് കോളേജ്? ആ ഡാനിയൽ ബോസിന്റെ അനിയനാ ഞാൻ. ഓ അല്ല, ആരോടും പറയരുതെന്നല്ലേ? ഹി നോ മാൻ, ഐ നോ. പാർട്ടി വെച്ച് പരിചയപ്പെടാൻ പറ്റിയില്ല, അതാ ഞാൻ ഇപ്പൊ വന്നേ. തനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയാട്ടോ. തന്റെ ഒരു നല്ലൊരു ഫ്രണ്ടായി ഞാൻ ഉണ്ടാകും. എനിവേ, നൈസ് ടു മീറ്റ് യു. തന്റെ ഫോൺ നമ്പർ തരാമോ? എന്തിനാ? അല്ല, എന്തേലും ഉണ്ടേ വിളിക്കാലോ, അതാ. അത് വേണോ? നമ്മളിപ്പോ പരിചയപ്പെട്ടല്ലേ ഉള്ളൂ. അത് ശരിയാ, സോറി, ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയി പോയി. ഡോണ്ട് ഫീൽ ബാഡ്. ഹേയ്, ഇറ്റ്സ് ഓക്കെ. ഓ, കെട്ടിയെടുത്തോ? പാതിരാത്രി എവിടെ തണ്ടി തിരിഞ്ഞിട്ടാണോ വന്നേ? അതെ, എന്തേലും പറയാനുണ്ട് മുഖത്ത് നോക്കി പറയണം. എനിക്ക് തന്നോടൊന്നും പറയാനില്ല. ഓക്കെ. അതെ, എന്താ ഈ ഇടയ്ക്കിടയ്ക്ക് എന്തിനാ കോളേജ് വരുന്നേ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ താൻ ഫുൾ ടൈം അവിടെ ആയിരുന്നു. ഇപ്പൊ കോളേജ് ആയപ്പോ അവിടെയായി. അല്ല, തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ ബിസിനസ് കമ്പനിയൊക്കെ പിന്നെ ആരാ നോക്കണേ? ഇച്ചാൻ വൈഫിയെ മിസ് ചെയ്തോണ്ട് കാണാൻ വന്നില്ലയോ? അയ്യോ, ഞാൻ കുളിച്ചിട്ട് വരാം. അതിന് ഞാനെന്തോ വേണം? വരുന്നോ ഒരു കമ്പനിക്ക്? ഓ, വേണമെന്നില്ല. ഇല്ലേൽ വേണ്ട. അവസരങ്ങളൊന്നും എപ്പോഴും കിട്ടണമെന്നില്ല. സോ കിട്ടുന്നത് വിനിയോഗിക്കുക. ഓ, ഡിമാൻഡ് കുറഞ്ഞ ഓഫറിന് ഞാൻ പർച്ചേസ് ചെയ്യാറില്ല. ഹലോ റിച്ചാർഡ് ബെഞ്ചമിൻ, ഈ ഉരുപ്പടിയുടെ ഡിമാൻഡ് കേട്ടാ ഞാൻ ഞൊട്ടു. ഒന്ന് പോടോ, തന്നെ പേടിച്ചിട്ടായിരിക്കും. അതെ, കാണാൻ അത്ര മോശമൊന്നുമല്ലല്ലോ. പിന്നെ എന്റെ ബോഡി, അത് പിന്നെ പറയണ്ടല്ലോ. അതാ നല്ല ഉപ്പിലിട്ട മാങ്ങ പോലുണ്ട്. എന്താണ് ഈ അസ്ഥികൂടം കണ്ടാലൊക്കെ ആരാണ് മൂക്കം കുത്തി വീഴണേ? എടാ കൊച്ചർക്ക, ഞാനൊരു മാഫിയ ഹെഡാണ്. അതിന് ഞാൻ തലയും കുത്തി നിൽക്കണം. ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റൂല. താനെന്തേ കാണിക്കണേ? മേത്തൊന്ന് മാറ്. നിന്നെ ഞാൻ മര്യാദ പഠിപ്പിക്കാൻ നോക്കുമ്പോ നീ എന്നെ തിരിച്ച് മര്യാദ പഠിപ്പിക്കാൻ നോക്കുക. ആഹാ, നിനക്ക് ഇത്ര അഹങ്കാരോ? എടോ മാറടോ. നിന്നെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്താലും ആരും ഒന്നും ചോദിക്കാൻ വരാൻ പോകുന്നില്ല. ഏജ, വേണ്ട, കളിക്കല്ലേ. എന്തേ, ഉഷാറൊക്കെ പോയല്ലോ. ഏജ, വേണ്ട, വിട് പ്ലീസ്. പ്ലീസോ? നിനക്ക് ഇങ്ങനൊക്കെ പറയാനറിയോ? ഏജ, വേണ്ട. ഏജ, പ്ലീസ്. ഹേയ്, പേടിക്കണ്ട. തന്റെ കൺസേൺ ഇല്ലാതെ തന്നെ തൊടാനും മാത്രം ചീപ്പല്ല ഞാൻ. സോ ആ കണ്ണീരങ്ങ് തുടച്ചേക്ക്. ഹേയ്, കരച്ചില് പിടിച്ചു വെക്കണ്ട. കരയുന്നത് ഒരിക്കലും നമ്മൾ വീക്ക് ആയതുകൊണ്ടല്ല. ഇറ്റ്സ് എ വേ ഓഫ് ഇമോഷൻ. താൻ എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ? ടോർച്ചറാ? ഇതൊന്നും എന്റെ രീതിയിലൊരു ടോർച്ചറേ അല്ല റിച്ചാർഡ്. അതിന് നീ ഇനി ഏജനെ കുറച്ചുകൂടെ അറിയാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ,
നിന്നെ നന്നാക്കാനാണ് ഞാൻ നിന്നെ കെട്ടിയത്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റിവെഞ്ച്. ഇതുവരെ എന്റെ ലൈഫില് ലവ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നും എനിക്കറിയില്ല, മര്യാദയ്ക്ക് പെരുമാറാനും എനിക്കറിയില്ല. അല്ലെങ്കിലും നേരായ വഴിയൊന്നും എനിക്ക് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മോൻ നോക്കിയും കണ്ടും എന്നോട് സംസാരിക്കണം, ഇല്ലേ വിവരം അറിയും. നിന്റെ ഈ റെസ്പെക്ട് ഇല്ലാത്ത വർത്താനം കൂടിയാ ഞാൻ ഉദ്ദേശിച്ചത്. നീ ഒരു ചെറിയ പയ്യനാണ്ട ഞാൻ നിന്നെ ഇങ്ങനെ ഡീലാക്കുന്നത്. ഇല്ലേ എന്റെ നല്ല സ്വഭാവത്തിനാണ് ഞാൻ പറയുന്നത് കേട്ടോണ്ട് നിൽക്കാൻ നിനക്കിപ്പോ ജീവൻ ഉണ്ടാകില്ല. മനസ്സിലായോ? സോറി രച്ചിക്കോട്ടാ, നിന്നെ ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തിയാലേ ശരിയാകുള്ളൂ. ഇല്ല ചിലപ്പോ നീ സ്പോയിലായി പോയാലോ. ആദ്യമേ നിന്നോട് സ്നേഹം കാണിച്ചാ നീ ചിലപ്പോ എന്റെ കൈ നിന്നെന്ന് വരില്ല. അല്ലാതെ എന്റെ ചെക്കനോട് എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഒന്നുമില്ലേലും ആദ്യമായി എന്റെ മനസ്സിലാക്കിയ അപ്സരസല്ലേ നീ. You're gonna pay for this, AJ. ഹേജയുടെ ലൈഫില് ലവ് ഇല്ല അല്ലേ? താനെന്നെ റിവെഞ്ചിന് വേണ്ടി മാത്രം കെട്ടിയതല്ലേ? കാണിച്ചു തരാം റിച്ചാർഡ് ബെഞ്ചമിൻ ആരാണെന്ന്. ദ ഗ്രേറ്റ് ആർലോ ജാസ്പർ എന്ന മാഫിയ ഹെഡിന്റെ തപസ് ഇളകുമോ ഇല്ലയോ എന്ന് എനിക്കൊന്നും അറിയണം. Good girls like to party like the bad ones. Drop it down, shawty, let me bag some.